യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടി പൊട്ടിയിട്ടുണ്ട്. സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ച് പറയാനുണ്ട്. അതിന് മുൻപായിട്ട് നമ്മുടെ മെഴുകലാണ്. ഓക്കെ, മെഴുക നമ്മളെ പോലെ വേറെ ആർക്കും അറിയണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് ഏത് രീതിയിൽ എടുക്കാം. പക്ഷെ കാര്യത്തിലേക്ക് വരാം. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ അത് ഞങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അങ്ങനെ തന്നെ കിടക്കും. പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്, ഇതൊരു മോശമാണ് എന്നൊക്കെ. നിങ്ങൾക്ക് മോശമായിട്ട് തോന്നിയോ? ഒരു വെറുപ്പിക്കലായിട്ട് തോന്നിയോ? ഒരു അരോചകരായിട്ട് തോന്നിയോ? അത് തന്നെയാണ് ഉദ്ദേശം. ഒരു ക്യാപ്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത്രയും വെറുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവം കണ്ടിട്ട് എത്രമാത്രം വെറുക്കണം. ഇത്രേ ഉള്ളൂ. നിങ്ങളെ പറഞ്ഞ് തിരുത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളിലുള്ളത് എന്ത് എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കി തരിക, അതൊന്നുമല്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് പറയാം. അതായത് വെറുപ്പിക്കാൻ ഒരു പണിയില്ല. എത്ര മതി. അതിന് ഭയങ്കരമായ അപാര മൈൻഡ് ഗെയിമോ അതിന് ഒരു ആവശ്യമല്ല. മനസ്സിലായില്ലേ? വെറുപ്പിക്കാൻ ആർക്കും പറ്റും. അതാണ് ഒരാള് ഇത്ര കുറച്ച് ആൾക്കാരെ അല്ലെങ്കിൽ കുറച്ച് പ്രേക്ഷകരെ തന്നെ വെറുപ്പിക്കണം എന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സിമ്പിൾ പരിപാടി, വളരെ സിമ്പിളാണ്. അത് അപാര മൈൻഡ് ഗെയിം ആണെന്ന് പറഞ്ഞ് ആരും, അതായത് കമന്റ്സ് ഇടുന്നവരോടോ പോസ്റ്റ് ഇടുന്ന ഫേസ്ബുക്കിൽ അതിനെ കുറിച്ച് സംസാരിക്കുന്നവരോട് ഒന്നല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ഇൻബോക്സിൽ വന്ന് കുറച്ച് ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അവർക്കുള്ള മറുപടിയാണ്. ഓക്കെ, വെറുപ്പിക്കാനാണെങ്കിൽ ഇത്രേ ഉള്ളൂ. അതെ, അതിലും വലുതൊന്നും ഇനി വേണ്ട. പിന്നെ അനീഷിന്റെ അപാരമായ ബുദ്ധി വൈഭവത്തിൽ, അതായത് ആളുടെ ഗെയിം സ്ട്രാറ്റജിയിൽ അവിടുത്തെ മത്സരാർത്ഥികൾ മാത്രമല്ല ഞങ്ങളും കൂടി പെട്ടുപോയി എന്നുള്ള രീതിയിൽ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. അങ്ങനെ തന്നെ കരുതിക്കോന്നേ, നോ പ്രോബ്ലം. ഞങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയതാണ്. അതെ, അനീഷിന്റെ ഗെയിം കണ്ടിട്ട് ആരാണെങ്കിലും ഏത് മനുഷ്യനും ആയിപ്പോ അജാതി ഗെയിമാണ് അവിടെ നടത്തുന്നത്. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നിലവാര തകർച്ച നമ്മളും കാണിച്ചു എന്നുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന്റെ നിലവാരം അനുസരിച്ചായിരിക്കും നമ്മുടെ വായിന്ന് വരുന്നതും. അത് സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ അത്രേ ഉള്ളൂ. ക്യാപ്ഷനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ വ്യക്തമായിട്ട് പച്ചക്ക് എഴുതി. ഇനി അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനില്ല. അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജിയെ കുറിച്ച് ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ. ഇതാണ് മാക്സിമം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഇതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, എന്തായാലും ലൈവില് മാരകമായ അടിയാണ് നടക്കുന്നത്. കിച്ചണിൽ വെച്ചിട്ടാണ് അടി. അത് ഒരു ഭയങ്കര കണക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അടിയാണ്. ചെങ്ങല പോലെ. അതാണ്, ഓരോ കണ്ണികൾ ഇങ്ങനെ കോർത്തിണക്കി വെച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും മെയിൻ കണ്ണി ഷാനവാസാണ്. തീർച്ചയായിട്ടും ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ആള് പോയിട്ട് അനീഷിന്റെ അടുത്ത്, അതായത് കിച്ചൺ ഏരിയയിൽ നിന്നിട്ട് ആ സൈഡിൽ നിന്ന് സംസാരിക്കുമ്പോൾ പല കംപ്ലൈന്റും ഇന്നലെയൊക്കെ വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ തുപ്പല് വീഴും ഫുഡില്, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നു. അപ്പം അനീഷ് അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഷാനവാസ് പോയിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒന്ന് സംസാരിക്കരുത്, തുപ്പല് തെറിക്കും, ഫുഡിൽ തുപ്പല് വരും എന്നുള്ള രീതിയിൽ. കിച്ചൺ ക്യാപ്റ്റൻ ആണ് അനീഷ്, എന്നാലും പറയാനുള്ളത് ആൾക്ക് പറയാലോ. അത് പറഞ്ഞു. അതിന്റെ മുകളിലാണല്ലോ മെയിൻ ക്യാപ്റ്റൻ. യെസ്, അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതില് പതുക്കെ നമ്മുടെ അക്ബർ കേറി പിടിച്ചു. നീ ഇവിടെ വന്നിട്ട് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല, നീയാണ് അനീഷിനെ ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുത്തത്, അത് പിന്നെ ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അല്ല, അങ്ങനത്തെ സ്റ്റൈൽ. അനീഷിനെ ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തത് ഷാനവാസാണ്. അപ്പൊ അതിന്റെ പേരില് ആള് തുപ്പിയ ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതെ, അത് ചോദ്യമാണ്. ഈ സംഭവം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഷാനവാസ് മറുപടി കൊടുക്കുന്നുണ്ട്, നിനക്ക് ക്യാപ്റ്റനാകാൻ പറ്റാത്തതിന്റെ ചുരുക്കാണെങ്കിൽ അത് നീ എന്റെ അടുത്ത് തീർക്കണ്ട എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവര് തമ്മിലങ്ങ് കൊമ്പ് കൊടുത്തു. പിന്നീട് സംഭവിച്ചതൊക്കെ അതില് ഒനിയൽ വന്നിട്ട് പറഞ്ഞു, നീ ഡയലോഗ് അടിക്കേണ്ട, ഫുഡ് ഉണ്ടാക്കുന്നു. അപ്പം ഒനിയലിനെ കയറിയിട്ട് പോടാമ വിളിച്ചു. അക്ബറിന്റെ രണ്ടാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു. ഇതിനു മുൻപ് അതായത് അനുമോളെ കാണിച്ചിട്ട് അനുമോൾ ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സെപ്റ്റിക് ടാങ്ക് കുറെ ഉണ്ട്, അതിനെ കുറിച്ചുള്ള പരാമർശം നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അക്ബർ നല്ല പ്ലെയർ ആണ്, പക്ഷെ അക്ബറിന്റെ വായാണ് അക്ബറിനെ എപ്പോഴും ചതിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വീണ്ടും അക്ബറിന്റെ ഭാഗത്തുനിന്ന് തെളിയിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേന് അക്ബറിനെ സപ്പോർട്ട് ചെയ്ത്, അതിന്റെ ഇടയ്ക്ക് ഇവര് പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിന്റെ അടുത്ത്, ഒനിയിലും നമ്മുടെ ഷാനവാസും കൂടി പോയിട്ട്. അതിനുശേഷം ഇതിനകത്തൊന്നും പെടാത്ത അപ്പാനി, കാരണം ചങ്കിനെയാണ് കച്ചറുണ്ടാക്കിയിരിക്കുന്നതേ. അത് പ്രശ്നമാണ്. ചങ്കിനെ നിന്നെ തൊട്ടപ്പോ ഞാൻ വെറുതെ നിൽക്കുവോ? ആഴ്ച മൂന്നേം വിളിക്കൂലേ? അത്രേ ഉള്ളൂ. അതന്നെ സംഭവിച്ചത്.
കേൾക്കുമ്പോഴുള്ള സുഖം ഉണ്ടാവുള്ളൂ. അടി ഉണ്ടായി ഞാൻ ഇതിലേ പോയി കാണാണ്ടാവും. അങ്ങനല്ല, കൊടുക്ക് അവനക്ക് 4 കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പാനിക്ക് നോവും, അപ്പാനിക്ക് നൊന്തു, അപ്പാനിക്ക് നൊന്തു. അപ്പാനി മാത്രല്ല, മറ്റേ കത്തിക്കും. കത്തി പിന്നെ അവരുടെ കിച്ചൺ ടീം തന്നെയാണ്. കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ. അതായത് ആളോട് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്, നീ ചീകളി ചെക്കനാണ്, ചീകളി ചെക്ക എന്നാണ്. അത്രേ ഉള്ളു. അത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അതായത് ഇതിന്റെ അടിയിൽ ഇപ്പൊ അക്ബർ നമുക്കൊരു അതായത് ചീകളി ചെക്ക എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തോന്നുന്നില്ല, ചീകളി ചെക്കനായിട്ടൊന്നും അല്ല തോന്നുന്നത്, ഉണ്ടെന്ന് തോന്നും. ഷാനവാസ് ഉണ്ടെന്ന് തോന്നും. അതേപോലെ അപ്പാനി ശരത്തിനും തോന്നുന്നുണ്ട്, ഓറുണ്ട്. പക്ഷെ ഒനിയിലും ഉണ്ടത്. ഒനിയിൽ ഇന്ന് നമ്മൾ ശരിക്കും കണ്ടുട്ടോ. ഒനിയിൽ ഇന്നാണ് ഒന്ന് ഗർജിച്ചത്, പൊള്ളിച്ചിട്ടുണ്ടെന്ന്. അതെ, അതായത് സംഭവിച്ചത് എങ്ങനെയാണ്, ഒനിയിലും ഷാനവാസും ഒരുമിച്ചു. അനീഷ് പിന്നെ അവിടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, അനീഷിന് ഒരു സ്പേസും കിട്ടുന്നില്ല. ആദ്യമായിട്ടാട്ടോ. അതായത് ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു കുറച്ച് സൗണ്ട് കുറച്ച് വെച്ചിട്ടുണ്ടോ അങ്ങനെ മൈക്ക്. പിന്നെ അക്ബർ, ശരത്ത്, പിന്നെ ആര്യൻ, ഇവര് മൂന്നും അങ്ങനെ ഒരു ചെറിയൊരു കോംബോ ആയിട്ട് അങ്ങനെ പോകുന്നു. ആദ്യത്തെ ടീം തന്നെ. അതെ, ഇത് ഷാനവാസ് അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു, നിങ്ങൾ ഗ്രൂപ്പ് കളിക്കണ്ട. ശരിക്കും ഷാനവാസിന്റെ ബ്രില്യന്റ് ആയിട്ടൊരു നീക്കം അതിലുണ്ടായിരുന്നു. അതായത് ശരത്ത് ശരിയാണ്, തിരിച്ചറിഞ്ഞു എന്ത് ഇങ്ങനെ ചീത്ത വിളിച്ചതിലുണ്ടല്ലോ, മൈ എന്ന് വിളിച്ചത് ആളും കേട്ടതാണ്. അപ്പൊ അത് കുറച്ച് പരിപാടിയാണെന്നുള്ളത് മനസ്സിലായപ്പോ ആള് മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോ നിനക്കെന്താ അതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ വലിച്ചിട്ടിരിക്കുകയാണ്. അപ്പാനിനെ വലിച്ചിട്ടു. പിന്നെ മാത്രല്ല, കേസ് കൊടുക്കുന്ന സമയത്ത്, അത് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ആയിട്ട് ഇത് പറഞ്ഞു. ഒണിയിലും പറഞ്ഞു, ഷാനവാസും പറഞ്ഞു. അപ്പൊ നിനക്കെന്താ ഞങ്ങൾ ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്യുന്നതിൽ എന്നാണ് ചോദിച്ചത്. അത് ചോദ്യല്ലേ? അവിടെ കംപ്ലൈന്റ് ചെയ്യുന്നിടത്ത് ഒരാൾക്കും അവിടെ തർക്കിക്കാൻ പറ്റില്ല. അതെ, നമ്മളിപ്പോ നമ്മളിപ്പോ അതിന്റെ ഉള്ളിലുണ്ട്. നമുക്ക് എന്തെങ്കിലും പറ്റാത്തതായിട്ട് തോന്നിയിട്ട് നമ്മൾ ബിഗ് ബോസിന്റെ അടുത്താണ് പറയേണ്ടത്. അല്ലാതെ അവിടെ പോയിട്ട് അവിടെ മറ്റുള്ളവരോടത്ത് കുറ്റം പറഞ്ഞ് അപ്പുറത്തിരിക്കുന്ന ആളെ കുറിച്ച് കുശുമ്പും കുന്നായ്മയും പറയല്ല വേണ്ടത്. ഇതിലിപ്പോ എന്ത് നടപടി ഉണ്ടാവുന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അതൊക്കെ പക്ഷെ ഈ എന്ന് വിളിച്ചത് ശരത്തിനറിയാം. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അക്ബറിനോട് പ്രത്യേകം പറയുന്നുണ്ട്, എന്ത് വേണ്ടാത്തിനെന്തിനാ അവർക്ക് മറുപടി കൊടുത്ത് നീ എന്തിനാ ഈ ഏണി പിടിക്കുന്നത്, വള്ളി പിടിക്കണ്ടെന്ന് പറയുന്നുണ്ട്. അതുമല്ല, അക്ബർ വെറുതെ അനീഷിനോട് പറയുന്നോടത്ത് അനീഷും ഷാനവാസും തമ്മിൽ നോക്കിക്കോളേ. അതിന്റെ ഇടയ്ക്ക് ഇവർക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് അറിയാം, ഒരാളോട് സംസാരിച്ചാൽ അവര് സംസാരിച്ചോട്ടെ എന്നല്ല, അതിന്റെ ഇടയിൽ കൂടി വന്നിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് വർത്താനം പറയും. ഇന്നാണ് അനീഷ് പുറത്താവുന്നത് കാണുന്നത് സംസാരത്തിന്റെ അടിയിൽ. അതായത് ഈ ഓറ എന്ന് പറഞ്ഞ സാധനമുണ്ട്, മാരകമായിട്ടുള്ള ഗർജനത്തിന്റെ ഉള്ളില് ഈ മൊയലിന്റെ ഒക്കെ സൗണ്ട് ആരും കേൾക്കൂല. മനസ്സിലായില്ലേ? പൂച്ചമ്മയ എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ആ സാധനം ഒന്ന് കാണാണ്ടായിരുന്നു അനീഷിന്റെത്. അതിന് അനീഷിനല്ലെങ്കിലും ഒറ്റക്ക് നിന്ന് അതായത് മറ്റുള്ളവരൊക്കെ സൗണ്ട് ഉണ്ടാക്കാതെ അങ്ങനെ ദൈവം നിൽക്കുമ്പോ ഒച്ചത്തിൽ ഒരു കാര്യം തന്നെ ആവർത്തിച്ച് പറയാനേ കഴിയുള്ളൂ. കുറച്ച് കാര്യങ്ങൾ അടുപ്പിച്ചൊന്ന് പറയട്ടെ. കണ്ടന്റുകൾ അതായത് കൊടുക്കുന്നതിനുള്ള മറുപടി ആയിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല. അതിനുള്ള കഴിവൊന്നും ഇല്ല ആൾക്ക്. എന്താണെങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ്, അടി പോരിഞ്ഞ കച്ചറ. എന്താണെങ്കിലും ബാക്കി ഇനി എന്തൊക്കെ സംഭവിക്കാന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. നോക്കി കാണാം. അപ്പം ബൈ, വരാം.